ഒരു ദിവസം നമ്മുടെ അവെഞ്ചേഴ്സ് എല്ലാവരും ഒന്നിച്ച് സിറ്റിയിൽ ആരോ പ്രശ്നമുണ്ടാക്കുന്നത് അറിഞ്ഞ് സിറ്റിയിലേക്ക് ചെല്ലുകയാണ്. സിറ്റിയിൽ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് ഒരു വലിയ മോൺസ്റ്ററാണ്. ഈ മോൺസ്റ്റർ എവിടെ നിന്ന് വന്നുവെന്ന് നമ്മുടെ അവെഞ്ചേഴ്സിന് അറിയത്തില്ല. ബയോളജിക്കലായും ടെക്നോളജിക്കലുമായുള്ള ഒരു പ്രത്യേക ശരീരമാണ് ഈ മോൺസ്റ്ററിനുള്ളത്. എന്നുവെച്ചാൽ മാംസപരമായും യന്ത്രപരമായുള്ള ഒരു ബോഡിയാണ് ഉള്ളത്. മാത്രമല്ല അവിടെയുള്ള കാറും ബൈക്കും കെട്ടിടങ്ങളും മറ്റുമെല്ലാം ഈ മോൺസ്റ്റർ തിന്നുകയും അതെല്ലാം തിന്നുന്തോറും ഈ മോൺസ്റ്ററിൻ്റെ ശരീരം വലുതാകുകയും കൂടുതൽ സ്ട്രോങ് ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവെഞ്ചേഴ്സ് മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്യുന്നതിനൊപ്പം അവിടെയുള്ള ജനങ്ങളെയെല്ലാം രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ മോൺസ്റ്ററിനെ അടിച്ച് വീഴ്ത്തുവാനായി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രൂസിനോട് ഹൾക്കായി മാറുവാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസ് ഹൾക്കായി മാറി ചാടി ചെന്ന് മോൺസ്റ്ററിനിട്ട് എടുത്തിട്ട് അടി കൊടുക്കുകയാണ്. ഹൾക്കിനെ സഹായിക്കുവാനായി ക്യാപ്റ്റൻ മാർവലും തൻ്റെ പവർ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അയൺമാൻ വന്നിട്ട് എല്ലാവരോടും ഈ മോൺസ്റ്റർ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം തിന്ന് സ്ട്രോങ് ആയി മാറുന്നത് പോലെ തന്നെ ഇവിടെ നിന്നും കിട്ടുന്ന എനർജിയും അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞതും അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ഹൾക്കിനോട് വേഗം മോൺസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് മാറുവാൻ പറയുകയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഹൾക്കിൻ്റെ ശരീരം മുഴുവൻ ഗാമ റേസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഹൾക്കിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിലധികം എനർജിയുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ മോൺസ്റ്റർ ഹൾക്കിൻ്റെ ശരീരത്തിലെ എനർജി മുഴുവൻ എടുക്കുകയാണ്. അപ്പോൾ തന്നെ ഹൾക്ക് ഒട്ടും വയ്യാതെ ബ്രൂസായി മാറുന്നു. ഫായത്തിന് സ്പൈഡർമാനും ബ്ലാക്ക് വിഡോയും വന്ന് മോൺസ്റ്ററിൻ്റെ കയ്യിൽ നിന്നും ബ്രൂസിനെ രക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്ന മോൺസ്റ്ററിനെ എങ്ങനെ തോൽപ്പിക്കുമെന്ന് അവെഞ്ചേഴ്സ് എല്ലാവരും ചിന്തിച്ച് നിൽക്കെ തനിക്ക് ഈ മോൺസ്റ്ററിനെ നശിപ്പിക്കുവാനായി ഒരു വഴി കിട്ടിയെന്നും പറഞ്ഞ് നമ്മുടെ ബ്ലാക്ക് പാന്തർ നേരെ ആ മോൺസ്റ്ററിൻ്റെ അടുത്തേക്ക് ചാടി ചെന്നതും അപ്പോൾ തന്നെ ആ മോൺസ്റ്റർ നമ്മുടെ ബ്ലാക്ക് പാന്തറിനെ കഴിക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് പാന്തറിനെ മോൺസ്റ്റർ തിന്നത് കണ്ട് അവെഞ്ചേഴ്സ് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ഇപ്പോൾ തൻ്റെ കൂട്ടത്തിലെ പവർഫുള്ളായ ഹൾക്ക് മോൺസ്റ്ററിനോട് തോറ്റുപോവുകയും ബ്ലാക്ക് പാന്തറിനെ മോൺസ്റ്റർ തിന്നതും കണ്ട ക്യാപ്റ്റൻ അമേരിക്ക ഇടിമിന്നലിൻ്റെ ദൈവത്തെ മോൺസ്റ്ററിനെ അടിച്ച് നശിപ്പിക്കുവാനായി വിളിച്ചതും അപ്പോൾ തന്നെ അവിടെ നമ്മുടെ ഗോഡ് ഓഫ് തണ്ടറായ തോർ വരികയാണ്. എന്നിട്ട് ഭയങ്കര പവർഫുള്ളായി തൻ്റെ ചുറ്റിക കൊണ്ട് ഇടിമിന്നൽ ഏൽപ്പിച്ച് ആ മോൺസ്റ്ററിനെ തോർ നശിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ ഇപ്പോൾ മോൺസ്റ്റർ ഇല്ലാതായത് കണ്ട് അവിടെ നിൽക്കുന്ന അവെഞ്ചേഴ്സ് പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ മോൺസ്റ്റർ ശരീരമെല്ലാം ഹീലായി വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ ആ മോൺസ്റ്റർ ഇപ്പോൾ അവെഞ്ചേഴ്സിനെ കൊല്ലാൻ വേണ്ടി പോയതും പെട്ടെന്ന് ആ മോൺസ്റ്ററിന് എന്തോ സംഭവിക്കുകയാണ്. ആ മോൺസ്റ്റർ സ്വയം നശിച്ചു പോവുകയും ചെയ്യുന്നു. അത് കണ്ടതും നേരത്തെ തൻ്റെ അറ്റാക്ക് ഏറ്റാണ് ഈ മോൺസ്റ്റർ ഇല്ലാതായതെന്നും പറഞ്ഞ് തോർ സന്തോഷിച്ചതും അപ്പോൾ തന്നെ മോൺസ്റ്റർ ഇല്ലാതായത് നിൻ്റെ അറ്റാക്ക് കൊണ്ടല്ല എന്നും അത് കഴിച്ച ഒരു സാധനം അതിൻ്റെ ശരീരത്തിന് പിടിക്കാത്തത് കൊണ്ടാണ് അത് നശിച്ചു പോയതെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ചത്തു കിടക്കുന്നിടത്തേക്ക് ക്യാപ്റ്റൻ അമേരിക്ക വിരൽ ചൂണ്ടിയതും അവിടെ ഒരു കറുത്ത കൈ പൊങ്ങി നിൽക്കുന്നത് അവരെല്ലാം കാണുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തറാണ്. ബ്ലാക്ക് പാന്തറിന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മോൺസ്റ്ററിന് വൈബ്രേനിയം ചിലപ്പോൾ കഴിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ബ്ലാക്ക് പാന്തർ മനഃപൂർവ്വം ആ മോൺസ്റ്ററിൻ്റെ വായ്ക്കുള്ളിലേക്ക് ചാടിയത്. അങ്ങനെ ബ്ലാക്ക് പാന്തറിൻ്റെ വൈബ്രേനിയം ആർമറിനെ ദഹിപ്പിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ മോൺസ്റ്റർ നശിച്ചു പോയത്. മാത്രമല്ല ഇപ്പോൾ മോൺസ്റ്ററിൻ്റെ ശരീരത്തിൽ നിന്നും തനിക്ക് കിട്ടിയ ഒരു പ്രത്യേക ബോക്സ് ബ്ലാക്ക് പാന്തർ മറ്റുള്ളവരെ കാണിക്കുന്നു. അങ്ങനെ പിന്നീട് ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം അവെഞ്ചേഴ്സിൻ്റെ നോർത്തിലുള്ള അവരുടെ ബിൽഡിംഗ് ആയ അവെഞ്ചേഴ്സ് മൗണ്ടൻ ആണ് കാണിക്കുന്നത്. ഈ അവെഞ്ചേഴ്സ് മൗണ്ടൻ ഒരു സെലസ്റ്റിയലിൻ്റെ മൃതദേഹമാണ്. അങ്ങനെ ഇപ്പോൾ അതിനുള്ളിൽ ആ മോൺസ്റ്ററിൻ്റെ ദേഹത്തു നിന്നും കിട്ടിയ ബോക്സൊക്കെ പരിശോധിച്ച് അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ അയൺമാനും ബ്ലാക്ക് പാന്തറും ബാക്കിയുള്ളവരോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് ആ മോൺസ്റ്ററിൻ്റെ ഒരു മെമ്മറി കോറാണ്, അഥവാ ബ്രെയിൻ. ഇതുണ്ടാക്കിയത് ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ബോക്സ് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ഇനിയും ജീവികൾ പല സ്ഥലങ്ങളിലുണ്ടെന്നും ഇനിയും വരുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു. മാത്രമല്ല അത്രയും വലിയ മോൺസ്റ്റർ ആദ്യം ഉണ്ടാകുന്നത് ഈ ചെറിയ ബോക്സിൽ നിന്നുമാണെന്നും ഈ ബോക്സ് സ്വയം അതിൻ്റെ അടുത്തുള്ള ടെക്നിക്കൽ പരമായ സാധനങ്ങളെല്ലാം എടുത്തും എനർജി അബ്സോർബ് ചെയ്തുമാണ് വലിയ മോൺസ്റ്ററായി രൂപം മാറുന്നത്. മാത്രമല്ല അങ്ങനെ രൂപം കൊള്ളുന്ന ആ മോൺസ്റ്ററിന് അവെഞ്ചേഴ്സ് ഇട്ടിരിക്കുന്ന പേരാണ് ബയോമെക്കാനോയിഡ്സ്. ഈ ബയോമെക്കാനോയിഡ്സിന് വൈബ്രേനിയം തിന്നുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ബയോമെക്കാനോയിഡ്സ് വന്നാൽ അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരു വഴിയും അയൺമാനും ബ്ലാക്ക് പാന്തറും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബയോമെക്കാനോയിഡ്സിനോട് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി ഓരോരുത്തർക്കും ഓരോ പവർ സെറ്റുകളും അഥവാ ഫോഴ്സ് മൾട്ടിപ്ലെയറുകൾ അയൺമാനും ബ്ലാക്ക് പാന്തറും നൽകുന്നു. മാത്രമല്ല ബയോമെക്കാനോയിഡ്സിനോട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഒരു പുതിയ ആർമർ തന്നെ എല്ലാവർക്കും വേണ്ടി അയൺമാനും ബ്ലാക്ക് പാന്തറും നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബയോമെക്കാനോയിഡ് ആർമറുകൾ.
അഥവാ ബയോമെക്കാനോയിഡ് റെസ്പോൺസ് യൂണിറ്റ്സ്. അതിൽ വൈബ്രേനിയം ഉള്ളതുകൊണ്ട് ബയോമെക്കാനോയിഡ്സിന് ഈ ആർമർ കഴിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഇപ്പോൾ ആർമറും ധരിച്ചുകൊണ്ട് നമ്മുടെ അവെഞ്ചേഴ്സ് ബയോമെക്കാനോയിഡ്സിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് ഇനി പല സ്ഥലങ്ങളിലും മറ്റേ ബയോമെക്കാനോയിഡിൻ്റെ മെമ്മറി കോർ അഥവാ ബ്രെയിൻ എന്ന് പറയുന്ന ബോക്സ് ഇരിക്കുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഓൺ ആവുകയും ചെയ്യുന്നു.